സർവീസ് റിപ്പയർ ഷോപ്പ് മാനേജിംഗ് സോഫ്റ്റ്വെയർ. സർവീസ് സെൻറ്റർ, റിപ്പയറിംഗ് സെൻറ്റർ മാനേജ് ചെയ്യുന്ന, പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറൈസ് ചെയ്ത് മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. കസ്റ്റമർ വരുന്നത് മുതൽ കസ്റ്റമറുടെ അടുത്തുനിന്ന് റിപ്പയറിങ്ങിനുള്ള ഡിവൈസ് റിസീവ് ചെയ്യുന്നത് മുതൽ ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള, ഡെലിവറി ചെയ്തതിന് ശേഷം അവരെ ഫോളോ അപ്പ് ചെയ്യുന്ന പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. 100% നമുക്ക് പേപ്പർലെസ് ആയിട്ട് ഈ സർവീസ് സെൻറ്ററിനെ മാനേജ് ചെയ്യാം. പ്രത്യേകിച്ചും സർവീസ് സെൻറ്റർ മാനേജ് ചെയ്യുന്ന, സർവീസ് സെൻറ്റർ നടത്തിക്കൊണ്ട് പോകുന്ന ഇതിൻ്റെ ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ട് സർവീസ് സെൻറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണുള്ളത്. പ്രത്യേകിച്ച് റിമോട്ടായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്, ക്ലൗഡ് ബേസ്ഡിലായതുകൊണ്ട് ലോകത്തിൻ്റെ എവിടെ നിന്നും നമുക്ക് നമ്മുടെ സർവീസ് സെൻറ്ററിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും ചെക്ക് ചെയ്യാനും അറിയാനും പറ്റുന്ന സംവിധാനമാണ് ഇതിലുള്ളത്. നമ്മൾ സർവീസ് സെൻറ്റർ പലയിടത്തും പല ആളുകളും പല രൂപത്തിലായിരിക്കും സർവീസ് മാനേജ് ചെയ്യുന്നത്. കസ്റ്റമറുടെ അടുത്ത് റിസീവ് ചെയ്യുന്ന രീതി, അത് ടെക്നീഷ്യന് കൈമാറുന്ന രീതി, ടെക്നീഷ്യൻ അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഫ്രണ്ട് ഓഫീസിൽ കൈകാര്യം ചെയ്യുന്ന ആൾ ചെയ്യുന്ന രീതി ഒക്കെ പലയിടത്തും ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ ഈ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റം, റിസീവ് ചെയ്യുന്ന മുതൽ ഡെലിവറി ചെയ്യുന്നവരെയുള്ള സിസ്റ്റം നമുക്കാദ്യം ഒന്ന് പരിചയപ്പെടണം. എന്നാലേ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ഇതിൽ സ്വീകരിച്ചിട്ടുള്ള രീതി, ഒന്ന് ജോബ് എൻട്രി ചെയ്യുക. ജോബ് എൻട്രി ചെയ്യുക നമ്മൾ സാധാരണ ഇതിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ റെസിപ്റ്റ് ബുക്ക്, എൻട്രി ബുക്ക് ഉണ്ടാവും, കാർബൺ കോപ്പിയുള്ള. അതിൽ കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, ഡിവൈസിൻ്റെ ഡീറ്റെയിൽസ്, കംപ്ലൈൻറ്റ്, ആക്സസറീസിൻ്റെ മാർക്ക് ചെയ്യുന്ന, എന്തെങ്കിലും ഡാമേജസോ സ്ക്രാച്ച്, ബോഡി ഡാമേജ്, ഫിസിക്കൽ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുന്നു. കസ്റ്റമർക്ക് ഒരു കോപ്പി കൊടുക്കുന്നു, ഒരു കോപ്പി നമ്മൾ വെക്കുന്നു, ഒരു കോപ്പി ഡിവൈസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ടെക്നീഷ്യന് കൈമാറുന്നു. ഈ ഒരു രീതിയാണ് സാധാരണ സ്വീകരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ വ്യത്യാസമൊന്നുമില്ല. അത് നേരെ കമ്പ്യൂട്ടറൈസ്ഡ് ആവുന്നു. കമ്പ്യൂട്ടർ എൻട്രി ചെയ്യുന്നു. കമ്പ്യൂട്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ സമയത്ത് അതിൻ്റെ സ്റ്റാറ്റസ് കൗണ്ടർ എന്ന് പറഞ്ഞ സ്റ്റാറ്റസിലാണ് ഉണ്ടാവുക. അതായത് ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ജസ്റ്റ് എൻട്രി ചെയ്ത് വെക്കുന്നു. അടുത്ത സ്റ്റെപ്പ്, നമ്മളത് ടെക്നീഷ്യന് കൈമാറുന്നു. അത് ഏത് ടെക്നീഷ്യനാണോ വേണ്ടത് ആ ടെക്നീഷ്യനെ അസൈൻ ചെയ്യുക എന്ന് പറയാം. അസൈൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ് അടുത്തത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ജോബ് ഏത് ടെക്നീഷ്യനാണ് കൊടുക്കുന്നത് എങ്കിൽ ആ ടെക്നീഷ്യന് പേരിലേക്ക് ആ ജോബ് കൈമാറുന്നതോട് കൂടി ആ ജോബിൻ്റെ ആ ഡിവൈസിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ആ ടെക്നീഷ്യനാണ്. ആ ടെക്നീഷ്യൻ അതേസമയം അവനും ലോഗിൻ ചെയ്താൽ അവനക്ക് അസൈൻ ചെയ്ത ഡിവൈസുകളുടെ ജോബുകളുടെ ഡീറ്റെയിൽസ് മാത്രം അവന് ഡിസ്പ്ലേ ചെയ്യുന്നു. അവർക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഇന്ന ജോബ് അസൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ 2 സ്റ്റെപ്പ് ചെയ്യേണ്ടത് ടെക്നീഷ്യനാണ്. അതായത് ഫ്രണ്ട് ഓഫീസ് താക്ക് സാധാരണ സർവീസ് സെൻ്ററിൽ നിന്ന് വ്യത്യസ്തമായി ഫ്രണ്ട് ഓഫീസ് താക്ക് വളരെ ജോലിഭാരം കുറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിലുള്ളത്. ജോബ് എൻട്രി ചെയ്ത് ഒരു ടെക്നീഷ്യൻ അസൈൻ ചെയ്യുന്നതോടുകൂടി ഫ്രണ്ട് ഓഫീസിലെ ആളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. പിന്നെ അതിൽ ടൈം ടു ടൈം റിപ്പോർട്ട് അടിക്കുന്നത്, അതിനാവശ്യമായ സ്പെയർ പാർട്സ് റിക്വസ്റ്റ് ചെയ്യുന്നത്, സ്പെയർ പാർട്സിലേക്ക് ജോബിൻ്റെ മുകളിൽ ഒരു സ്പെയർ ആഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ടെക്നീഷ്യനാണ്. ടേക്ക് ഫോർ ജോബ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ജോബ് ക്ലോസ് ചെയ്യണം. വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ശരിയായാലും ഇല്ലെങ്കിലും അത് ജോബ് ക്ലോസ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ ഇതിനിടയിൽ കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ ടെക്നീഷ്യൻ ടൈം ടു ടൈം റിപ്പോർട്ട് അടിക്കുന്നത് ഫ്രണ്ട് ഓഫീസിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനനുസരിച്ച് കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്രണ്ട് ഓഫീസിനുണ്ട്. കസ്റ്റമറെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അവരോട് സംസാരിച്ചതും അവർ റിപ്ലൈ ചെയ്തതും മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അത് എന്താണോ ആ മാർക്ക് ചെയ്തത് അത് ഈ ടെക്നീഷ്യനും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനനുസരിച്ച് ടെക്നീഷ്യൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള വർക്ക്
വർക്ക് കംപ്ലീറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അതിനനുസരിച്ച് തീരുമാനിക്കുന്നുണ്ട്. അതിനനുസരിച്ച് ലാസ്റ്റ് വർക്ക് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ക്ലോസ് ജോബ് എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ്. അതും ടെക്നീഷ്യനാണ് ചെയ്യുന്നത്. അതിലാണ് ഫൈനൽ റിപ്പോർട്ട്, സർവീസ് ചാർജ് എല്ലാം ആഡ് ചെയ്യുന്നത്. അതോടുകൂടി അതിൻ്റെ സ്റ്റാറ്റസ് വീണ്ടും അത് ഫ്രണ്ട് ഓഫീസിലേക്ക് തന്നെ വന്നു. ജോബ് ഓക്കെ ഓർ നോട്ട് ഓക്കെ, പ്രോബ്ലം സോൾവ്ഡ് ഓർ നോട്ട് സോൾവ്ഡ്, അതായത് റെഡി ഫോർ ഡെലിവറി എന്നുള്ള പ്രൊസീജിയറിലേക്ക് വരുന്നു. ഈ സമയത്തും കസ്റ്റമർക്ക് ഒരു നോട്ടിഫിക്കേഷൻ SMS ആക്ടിവേറ്റ് ആണെങ്കിൽ SMS പോവും. കസ്റ്റമർക്ക് റെഡി ഫോർ ഡെലിവറി, പ്രോബ്ലം സോൾവ്ഡ് ഓർ നോട്ട് സോൾവ്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് പോവും. ഇതോടുകൂടി ടെക്നീഷ്യൻ്റെ അടുത്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി പോയി വീണ്ടും ഫ്രണ്ട് ഓഫീസിലേക്ക് വന്നു. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഐറ്റം ഡെലിവറിയാണ്. കസ്റ്റമർ വരുന്ന സമയത്ത് അത് ഡെലിവറി ചെയ്യുന്നു. ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവിടെ ജസ്റ്റ് ഡിസ്കൗണ്ട് അടിക്കാനുള്ളൊരു ഓപ്ഷനും റിമാർക്സ് ചെയ്താനുള്ള ഓപ്ഷനും മാത്രമേ ഉള്ളൂ. പിന്നെ പേയ്മെൻറ്റ് ഏത് രൂപത്തിലാണ് പേയ്മെൻറ്റ് കളക്ട് ചെയ്യേണ്ടത്, ബൈ ക്യാഷ് ആണോ ബൈ ഡിജിറ്റൽ പേയ്മെൻ്റ് ആണോ, മീൻസ് ട്രാൻസ്ഫർ, ഗൂഗിൾ പേ പോലത്തെ ഡിജിറ്റൽ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ആണോ, അതെല്ലാം അവർക്ക് ക്രെഡിറ്റിലാണോ, മീൻസ് ക്യാഷ് ഇപ്പോൾ വാങ്ങാതെ ക്രെഡിറ്റിലാണോ ഡെലിവറി എന്നുള്ളത് മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷന്. ഇത്രയാണ് ഡെലിവറിയിലുള്ളത്. അതോടുകൂടി അതിൻ്റെ സ്റ്റാറ്റസ് മാറി ഡെലിവറി ആയി. ആ സമയത്തും കസ്റ്റമർക്ക് SMS പോകും. ഫസ്റ്റ് ജോബ് എൻ്റർ ചെയ്യുമ്പോഴും ഒരു SMS പോകുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊസീജിയറിൻ്റെ പേര് ഒന്ന് ജോബ് എൻട്രി, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് അസൈൻ ടെക്നീഷ്യൻ, പിന്നെ നെക്സ്റ്റ് 2 സ്റ്റെപ്പ് ടെക്നീഷ്യനാണ് ചെയ്യുന്നത്, ടേക്ക് ഫോർ ജോബ്, ക്ലോസ് ജോബ്, പിന്നെ അടുത്തത് ഐറ്റം ഡെലിവറി. ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മുടെ ഒരു ജോബ് എൻട്രി ചെയ്ത് മുതൽ ഡെലിവറി ചെയ്യുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ നമ്മുടെ സിസ്റ്റത്തിലുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ജോബ് എൻട്രി എങ്ങനെയാണ് ഉള്ള സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലക്ക് നമ്മുടെ ഒരു സിസ്റ്റം, ഒരു സർവീസ് സെൻറ്ററിൽ സർവീസ് ഫോളോ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഇതാണ്. ഓക്കെ.